ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 24ാമത്തെ പാഠമാണ്. ദിസ് ചാപ്റ്റർ ഈസ് അബൌട്ട് ഡ്രഗ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ലഹരിയെക്കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ നോക്കുവാൻ പോകുന്നത്. ദിസ് ഈസ് എ മെസ്സേജ് ബൈ ദ സെക്രട്ടറി ജനറൽ UN on the occasion of the International Day Against Drug Abuse and Illicit Trafficking on 26 June 2005. He gives a message to all people who use or attempt to use drug. Value yourself, make healthy choices. Nearly 200 million people still consume illegal drugs. 2005 ജൂൺ 26 UN സെക്രട്ടറി ജനറൽ നടത്തിയ ഒരു പ്രസംഗമാണ്, അല്ലെങ്കിൽ ഒരു മെസ്സേജാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ലഹരി ഉപയോഗത്തിനും ലഹരി വ്യാപനത്തിനുമെതിരെ ലഹരി വിരുദ്ധ ദിനത്തിൽ UN സെക്രട്ടറി ജനറൽ നടത്തിയ സന്ദേശമാണിത്. നിയമവിരുദ്ധമായ ലഹരിക്ക് അടിമകളായി 200 ദശലക്ഷം ആളുകളുണ്ടെന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ശരീരത്തിനും മനസ്സിനും ഗുണകരമായുള്ള ജീവിതരീതി സ്വീകരിക്കണമെന്ന് ഈ സന്ദേശത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. അച്ചടക്കവും ആത്മവിശ്വാസവും കായിക പ്രവർത്തനങ്ങളും ലഹരിക്കെതിരായുള്ള പ്രതിരോധമാകുന്നു. നമുക്കറിയാം, നമ്മുടെ ലോകത്തിലേക്ക് ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, കുറേയധികം ആളുകൾ ഈ പറയുന്ന ലഹരികൾക്ക്, വ്യത്യസ്തമായ ലഹരികൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ചിലർ മദ്യപാനം, അല്ലെങ്കിൽ പുകവലി, അല്ലെങ്കിൽ അതുപോലെയുള്ള ഉപയോഗങ്ങൾ, ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങൾ, പാൻ മസാല തുടങ്ങിയവയെല്ലാം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് അവരുടെ ജീവിതത്തെയും അവരുടെ ശരീരത്തെയും അവരുടെ മനസ്സുകളെയും എല്ലാം ബാധിക്കുന്ന തരത്തിലാണ്. ലഹരി എപ്പോഴും മനുഷ്യൻ്റെ ജീവന് അപകടകാരി തന്നെയാണ്. അമിതമായാൽ അമൃതം വിഷമെന്നാണ് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ലഹരിയുടെ ഉപയോഗം. ആദ്യം കുറച്ച് രീതിയിൽ ഉപയോഗിച്ച് തുടങ്ങി, പിന്നെ വലിയ രീതിയിൽ ലഹരിയുടെ അടിമയായി മാറുകയാണ് ഇന്നത്തെ യുവത്വം, അല്ലെങ്കിൽ ഇന്നത്തെ ആളുകൾ. യുവത്വമെന്ന് മാത്രം പറയാൻ പറ്റില്ല, എല്ലാ തരത്തിലുള്ള ആളുകളും ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുകയാണ്. അവർ സ്വയം നശിപ്പിക്കുകയാണ്. അവരുടെ ശരീരത്തെയും അവരുടെ കുടുംബത്തെയും അവരുടെ സാമ്പത്തികത്തെയും എല്ലാം അവർ നശിപ്പിക്കുകയാണ്. 2005 നടത്തിയ ഒരു പ്രസംഗമായപ്പോലും മനുഷ്യനുള്ളിടത്തോളം കാലം ഈ ഒരു പ്രസംഗത്തിന്, അല്ലെങ്കിൽ ആ ഒരു സന്ദേശത്തിന് വളരെയധികം അർത്ഥവത്ത്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മനുഷ്യനുണ്ടായ കാലം മുതലേ ഓരോരോ ലഹരികൾ പുതിയതായി കണ്ടുപിടിക്കുകയും ആ ലഹരി ഉപയോഗിക്കുകയും അതിന് അടിമകളായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇതുമൂലം വലിയൊരു പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ടാകുന്നത്. വീടുകളിൽ സുരക്ഷിതമില്ലായ്മയെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. ലഹരി ഉപയോഗിച്ചാൽ പിന്നെ അച്ഛനെന്നോ അമ്മയെന്നോ സഹോദരിയെന്നോ കാണാതെ ആയിപ്പോവുകയാണ് നമ്മുടെ ആളുകൾ. ഒരു ഡ്രഗ് ഫ്രീ സൊസൈറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് തന്നെ വളരെ ചോദ്യചിഹ്നമാണ് ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ. കാരണം ഓരോ ദിവസവും ആളുകൾ ഇതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ ലഹരികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ മാത്രം ലഹരികൾ നിന്നിരുന്ന സമയത്ത് ഇന്നത് മണിക്കൂറുകളും ദിവസങ്ങളും ആക്കി മനുഷ്യനെ അബോധാവസ്ഥയിലാക്കുവാൻ, അല്ലെങ്കിൽ മനുഷ്യന് മത്ത് പിടിപ്പിക്കുവാൻ ആകുന്ന രീതിയിലുള്ള പുതിയ ലഹരികൾ ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗത്തിൽ എല്ലാ മനുഷ്യൻ ഇന്ന് സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ആരോഗ്യവും സ്വന്തം ജീവിതവും. ഇതിലെല്ലാം അമിതമായ ഡ്രഗ്സിൻ്റെ ഉപയോഗമെല്ലാം എയ്ഡ്സ് അല്ലെങ്കിൽ HIV പോലുള്ള രോഗങ്ങളിലേക്കെല്ലാം മാറാറുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ, അതുപോലുള്ള രോഗങ്ങളിലോട്ടെല്ലാം ഇത് മാറാറുണ്ട്. അത് സ്വയം കൊല്ലുകയാണ്, അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യുന്ന പോലെയാണ് ഓരോ ദിവസവും ഇത് ഉപയോഗിക്കുന്നത് മൂലം നമ്മൾ നമ്മുടെ ശരീരത്തോടും ആരോഗ്യത്തോടും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗം നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു സന്ദേശമാണ്. ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നവരെയും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അവരെ ബോധവാന്മാരാക്കി ചേർത്ത് പിടിച്ച്
അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു ലഹരിയുടെ ഉപയോഗം തങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിക്കുമെന്ന് അവരെ പഠിപ്പിച്ച് കാണിക്കുകയും ചെയ്യണം. അതിനായി എല്ലാവരും ശ്രമിക്കണമെന്ന് സ്നേഹത്തോടെ പറയുന്നു. എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.